മനുഷ്യ മനസ്സുകൾ എപ്പോഴും കൊതിക്കുന്നൊരു കാര്യമാണ് ദൈവം കരുണ കാണിക്കണം എന്ന്. ഇന്നത്തെ സന്ദേശം നിന്നോട് ദൈവം കരുണ കാണിക്കാനുള്ള സമയം ആയിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 102 സങ്കീർത്തനം അതിന്റെ 13 വചനം. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതേ അതിന് സമയം വന്നിരിക്കും. അപ്പൊ ദൈവം കരുണ കാണിക്കാനും കൃപ കാണിക്കാനുമായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ തോന്നും. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ദൈവത്തിന് നിന്നോട് കരുണ തോന്നാൻ ഇഷ്ടമായി, സമയമായി. നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കരുണയ്ക്കായി കരഞ്ഞുകൊണ്ട് കർത്തന്റെ പാദത്തിൽ ആര് വന്നിട്ടുണ്ടോ അവരോടെല്ലാം എൻ്റെ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്, അവൻ കൃപയും കരുണയും നിറഞ്ഞവനാണ്. എന്താണ് ഇതിന്റെയൊക്കെ ആത്മീയ അർത്ഥം? ചില വിഷയത്തിൽ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ പോവുകയാണ്. 2, ദൈവം നിന്നോട് കൃപ കാണിപ്പാനുള്ള സമയം വന്നിരിക്കുന്നു. ഈ മെസ്സേജ് കേട്ട് ചില ദിവസത്തിനകത്ത് ദൈവം നിന്നോട് ചില വിഷയത്തിൽ കൃപ തോന്നാൻ പോവുക, കൃപ കാണിക്കാൻ പോവുക, അതിൻ്റെ സമയമായെന്നാണ് ഈ വചന വെളിപ്പാടിൽ നിന്നുള്ള ആത്മീക സന്ദേശം. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത, ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത, ആരാലും നടത്തി തരുവാൻ കഴിയാത്ത ചില കാര്യത്തിൽ ദൈവം കരുണ കാണിക്കും, ദൈവം നിന്നോട് കൃപ കാണിക്കും. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു. 1 മിനിറ്റ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ ആ ഭാരപ്പെടുന്ന വിഷയത്തിൽ എന്നോടൊന്ന് കരുണ കാണിക്കണേ, എന്നോടൊന്ന് കൃപ കാണിക്കണേ എന്ന് എന്നോട് ചേർന്ന് നിങ്ങളോടൊന്ന് പ്രാർത്ഥിക്കണം. ആ കരങ്ങളത് ചേർത്ത് പിടിച്ചു ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഞങ്ങളോട് കരുണ തോന്നണം, ഞങ്ങളുടെ കൃപ തോന്നണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരോട് ദൈവം കരുണ കാണിച്ചാട്ട്, അവരെ ദൈവം കൃപ കൊണ്ട് പൊതിഞ്ഞാട്ട്. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിന്നോട് കരുണ തോന്നാനും കൃപ കാണിക്കാനും സമയമായിരിക്കുന്നു. God bless you.